ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് കുത്തിക്കാച്ചിയതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ സ്വാദിഷ്ടമായൊരു കറിയാണിത്. ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാം ഒരുപോലെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു സിമ്പിൾ കറി. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിതിനു വേണ്ടി 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. സാധാരണത്തെ സാമ്പാർ പരിപ്പാണ് കേട്ടോ. ഇത് നന്നായി കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും. പരിപ്പ് നന്നായി കഴുകിയെടുത്തു. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. പരിപ്പ് നന്നായി വെന്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ 4-5 വിസിലടുപ്പിക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചതച്ചെടുക്കണം. ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അരിഞ്ഞെടുക്കാം, പക്ഷെ ചതച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ഉണക്കമുളക് എടുക്കുന്നുണ്ട്. ഉണക്കമുളക് കയ്യിലില്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. പക്ഷേ ഇതിൽ ഉള്ളി മുളകൊക്കെ കുത്തി കാച്ചുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പരിപ്പ് കുത്തി കാച്ചിയതല്ലേ വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഉള്ളി മുളകും കുത്തി കാച്ചിയെടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുളക് എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഉള്ളി മുളകും ചതച്ചെടുത്തു. ഇനി കുക്കർ തുറന്ന് നോക്കാം, പരിപ്പ് വെന്തോന്ന് നോക്കാം. കുക്കർ തുറന്നു. പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ നന്നായി വെന്ത് കിട്ടി. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് ചെറു തീയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറു തീയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളിമുളകും നന്നായി മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടി ചേർക്കുകയാണ്. മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ല, അല്ലെങ്കിൽ ഉണക്കമുളക് ചതയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്തിട്ടും ഈ കൂട്ടാൻ ഉണ്ടാക്കും. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായി മൂത്തു. ഇനി ഇതിലേക്ക് വേവിച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കറിക്ക് എത്ര തിക്നെസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ച് ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഈ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കറി തിളച്ച് തുടങ്ങി. ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് തുറന്ന് വെച്ച് തിളപ്പിക്കണം കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് 2 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക. 2 മിനിറ്റ് തുറന്ന് വെച്ച് നന്നായി തിളപ്പിച്ചെടുത്തു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാനേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഈ കറി ഞാൻ ഓഫ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇരുന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഞാൻ ഈ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഈ കറി അടച്ചു വയ്ക്കണം. തണുത്തപ്പോൾ ഈ കറി ഒന്നും കൂടി കട്ടിയായിട്ടുണ്ട്.
ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാം നല്ല കോമ്പിനേഷനായിട്ടുള്ള കറിയാണ് ഇത്. കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പരിപ്പ് ഉപയോഗിച്ച് നല്ല രുചികരമായ കറി നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.